ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. ഇന്ന് മാർക്കറ്റിൽ ഞാൻ ട്രേഡൊന്നും എടുത്തിട്ടില്ല. ഒരു ബുള്ളിഷ് മൊമെൻറ്റമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സെല്ലേഴ്സ് ട്രാപ്പ് ചെയ്താൽ ഒരു ബുള്ളിഷ് മൊമെൻറ്റമാണ് എനിക്ക് തോന്നുന്നത്. രണ്ട് ഹൊറിസോണ്ടൽ ലൈൻ ഞാൻ ഡ്രോ ചെയ്തിട്ടുണ്ട്. ഹൊറിസോണ്ടൽ ലൈൻ ഈ ഫിബോ എടുത്ത് നമ്മൾ ഫിബോ റിട്രേസ്മെൻറ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റെഡ് ക്യാൻഡിൽ ഹാമർ, ആ റെഡ് സെക്കൻഡ് റെഡ് ഹാമർ ക്യാൻഡിലിൻ്റെ 60% ഞാൻ അവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിരിക്കുന്നത്. ഇപ്പം ഈ ക്യാൻഡിലോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ക്യാൻഡിലോ വല്ലതും അതിനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ട്രേഡ് എടുക്കാം. ഇനി അല്ലെങ്കിൽ അടുത്തൊരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിരിക്കുന്നത് ഈ തേർഡ് ഗ്രീൻ ക്യാൻഡിൽ കണ്ടോ, അതിൻ്റെ 60%ലാണ് ഞാൻ അടുത്ത ക്യാൻഡിൽ ഞാൻ ഡ്രോ ചെയ്തേക്കുന്നത്. അപ്പം അവിടുന്ന് ഈ രണ്ട് പോർഷൻ ഏതെങ്കിലും ഒന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് ട്രേഡ് എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബുള്ളിഷ് മൊമെൻറ്റമാണ് എൻ്റെ ഒരു ഓവറോൾ ഒരു ചിന്തയിലുള്ളത്. സാധാരണ എടുക്കുന്ന പോലെ തന്നെ നമുക്കൊരു ടാർഗറ്റും സ്റ്റോപ്പ് ലോസും വയ്ക്കാമെന്ന് വിചാരിക്കുന്നു. ഡ്രോ ചെയ്തത് ഓക്കെ, കറക്റ്റാണ്. ഏതായാലും നോക്കിയിട്ടൊന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ്, ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇതുവരെ ട്രേഡുകളൊന്നും എടുത്തില്ല. നിങ്ങൾക്ക് എൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. വേറെ റീസണൊന്നുമില്ല. നമ്മൾ ഡ്രോ വച്ചിരുന്ന നമ്മളുടെ ഇതെത്തിയില്ല, നമ്മളുടെ ലൈൻ എത്തിയില്ല. 9:40 9:40 മേളിലായി. സാധാരണ ഞാൻ ഈ ഒരു സമയത്തിനുള്ളിൽ ഞാൻ ഫസ്റ്റ് ട്രേഡ് എടുക്കാറില്ല. ഞാൻ മാക്സിമം പ്രോഫിറ്റ് ആയിക്കഴിഞ്ഞാൽ സിംഗിൾ ട്രേഡിൽ അവസാനിപ്പിക്കും. ഇല്ലെങ്കിൽ 1-2 ട്രേഡ് എടുക്കാറുണ്ട്. നമ്മളൊന്ന് പ്രോഫിറ്റ് ആവാനോ അല്ലെങ്കിൽ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അധികം ലോസിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് ഞാൻ സിസ്റ്റം ഓഫ് ചെയ്തേക്കും. ഈ രണ്ട് ഇപ്പം പറഞ്ഞാണ്, ഈ രണ്ട് ഹൊറിസോണ്ടൽ ലൈൻസ് നമ്മൾ ഡ്രോ ചെയ്ത് ലൈൻസിനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്ത് നമ്മളുടെ ഒരു വ്യൂവിലോട്ട് മാർക്കറ്റ് വന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ട്രേഡുകളൊന്നും എടുക്കാതിരുന്നത്. അപ്പോൾ എന്തെങ്കിലും ട്രേഡ് എടുക്കുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ്, ഇവിടുന്ന് ആക്ച്വലി ഒരു സെൽ പൊസിഷനാണ് എടുക്കേണ്ടത്. ഒരു ഡൗൺ മൊമെൻറ്റമാണ് നമ്മളുടെ EMAയുടെ ക്രോസ് ഓവർ കണ്ടോ നിങ്ങൾ? EMAയുടെ ക്രോസ് ഓവർ വച്ചിട്ട്, പക്ഷേ ഞാനൊരു ബൈ സൈഡ് എൻട്രി തന്നെയാണ് എടുത്തത്. വളരെ റിസ്ക്കി ആയിട്ടുള്ളൊരു ട്രേഡാണ്. നമ്മൾ സാധാ വയ്ക്കുന്ന പോലെ ലോസിലേക്ക് കൺവേർട്ടായിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ അനാലിസിസോ അല്ലെങ്കിൽ നമ്മളുടെ ഇതിനനുസരിച്ച് നമ്മൾ വാക്ക് ഡൗൺ ചെയ്തില്ലെങ്കിൽ ഇതിനെ ബെറിയേണ്ടി വരും. ഓക്കെ, 38 പോയിൻറ്റ്സ് ഏതായാലും എടുത്തു പോയി. 38 പോയിൻറ്റ്സ് നമുക്ക് നമ്മുടെ ലോസ് സെറ്റ് ചെയ്യാം. അല്ലാതെ ഇനിയിപ്പോൾ വലിയൊരു ഡൗൺ മൊമെൻ്റ് വല്ലതും വന്നാലും നമ്മൾ അതിൽ നിന്നും സ്കിപ്പാവുമല്ലോ. നമുക്ക് 417 കിട്ടിയത്. ഇപ്പം അത്യാവശ്യം നല്ല ലോസായി. ഇത് നമ്മളുടെ ഇവിടെയാണ് സൈക്കോളജി, ഹൗ ഇറ്റ് വർക്ക്സ് എന്ന് പറയുന്നത്. നമ്മളുടെ സൈക്കോളജി അല്ലെങ്കിൽ നമ്മുടെ അനാലിസിസ് വെച്ച് മാർക്കറ്റ് ഏതായാലും സ്റ്റോപ്പ് ലോസ് ഒന്ന് കൊടുത്തിട്ടേക്കാം. 368ഉം 69. ഓക്കെ, ഒരു 38 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് വേണമെങ്കിൽ 4,000 ലോസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഏതായാലും സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് പറയുന്നത്, നമ്മളെപ്പോഴും നമ്മളുടെ അനാലിസിസ് സ്റ്റിക്ക് ചെയ്യുക, അവിടെ എത്തിയാൽ മാത്രമേ എടുക്കുക എന്നുള്ളത്. ഇതിപ്പോൾ ആക്ച്വലി എൻ്റെ ഒരു തിയറി പ്രകാരവും ഇവിടുന്ന് സെൽ ഓപ്ഷൻ എടുക്കണ്ട. പക്ഷേ രാവിലെ തൊട്ട് നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ ഈ ബൈ എൻട്രി എന്നും പറഞ്ഞിരുന്നതുകൊണ്ടാണ് ഞാനൊരു ബൈ എടുത്തത്. അപ്പോൾ ഇനിയും സ്റ്റിൽ ഐ ബിലീവ് ഇപ്പോഴാണെങ്കിലും നമ്മുടെ ലോസിൽ തന്നെയാണ് നമ്മളുള്ളത്. ജസ്റ്റ് നമുക്ക് എഗനിസ്റ്റായിട്ട് മാർക്കറ്റ് പോയായിരുന്നു, പക്ഷേ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തില്ല. പക്ഷേ ഇവിടുന്ന് ഇനി ഒരുപാട് പേര് ബൈ ചെയ്യുന്നതുകൊണ്ട് CPRനെ ഒരു സപ്പോർട്ടായിട്ട് കണ്ട് ഇതിനെ എല്ലാവരും ബൈ ചെയ്യുന്നതുകൊണ്ട് ഒന്ന് താഴോട്ട് വന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസും ഹിറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് മേലിലോട്ട് പോയാൽ ഞാൻ വിചാരിക്കുന്നത് ഒന്നില്ലെങ്കിൽ നമ്മളുടെ
കോസ്റ്റിൽ തന്നെ എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ലോസ് എങ്ങാനും മാർക്കറ്റിൽ കൊടുത്ത്, കാരണം ഇനി എങ്ങാനും റിവേഴ്സ് ആവുകയാണെങ്കിൽ നമുക്കും പ്രോഫിറ്റബിൾ ആവാം. ഒരു ചെറിയ നമ്മളിനി അത്രയും ഒരു 38 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നില്ല. നമുക്കൊരു 4000 കൊടുക്കാമെന്ന് പറഞ്ഞാൽ 4000 ഡിവൈഡ് ബൈ 210, അപ്പോൾ ഒരു 20 പോയിൻറ്റ്സിൻ്റെ വല്ല സ്റ്റോപ്പ് ലോസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ല, നമ്മളുടെ കോസ്റ്റിലേക്ക് ആയിട്ടുണ്ട്, കോസ്റ്റിന് മേളിൽ പോയിട്ടുണ്ട്. പക്ഷേ വെയിറ്റ് ചെയ്യാം. താഴോട്ട് വരുവാണെങ്കിൽ നമുക്കൊരു 20 പോയിൻറ്റ്സ് കൊടുത്ത് ഒരു 4000 സംതിങ്ങിൻ്റെ ഒരു ലോസ് ബുക്ക് ചെയ്ത് നമുക്ക് ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ഒന്നാമത് നമ്മളുടെ സ്റ്റഡീസിന് എഗനിസ്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ സ്ട്രാറ്റജിക്ക് എഗനിസ്റ്റ് നമ്മൾ എടുക്കാൻ തീരുമാനിച്ചിരുന്ന ഒരു ട്രേഡല്ല. സൈക്കോളജിക്കൽ കണ്ടോ, ഇപ്പം വീണ്ടും നമ്മൾ ലോസിലേക്ക് ആയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഞാൻ ആ സ്റ്റോപ്പ് ലോസും കൂടി എഡിറ്റ് ചെയ്ത് കൊടുത്താൽ ഒരു 4000 ലോസ് ബുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഒരു 20 പോയിൻറ്റ്സിൻ്റെ വല്ല ഇതും കൊടുക്കുന്നതായിരിക്കും നല്ല. കാരണം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും EMIയുടെ ക്രോസ് ഓവറും നടന്നിട്ടുണ്ട്, റെഡ് ക്യാൻഡിൽ. പിന്നെ സപ്പോർട്ട് ഏരിയ എല്ലാവരും സപ്പോർട്ടെന്നും പറഞ്ഞിട്ട് ബൈ ചെയ്യും. അവിടെ നിന്ന് തിരിയാൻ മാർക്കറ്റ് ചാൻസ് ഉണ്ട്, പക്ഷേ താഴത്ത് വന്ന് അത്യാവശ്യം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ മാർക്കറ്റ് അവിടെ നിന്ന് തിരിയാൻ ചാൻസസ് ഉള്ളൂ. സോ ഒരു 4000 സംതിങ്ങിൻ്റെ ഒരു ലോസ് കൊടുത്ത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാം. ട്രേഡേഴ്സ്, ഞാൻ ഓൾറെഡി നമ്മുടെ ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. 4000-ൻ്റെ ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നിപ്പോൾ ലോജിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യമില്ല, എല്ലാം ഞാൻ ട്രേഡിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇതാണ് നമ്മൾ ഇന്നെടുത്ത ട്രേഡ്. താങ്ക് യു. ഓവറോൾ ഒരു 4000-ൻ്റെ ലോസാണ് നമ്മൾ ബുക്ക് ചെയ്തത്. താങ്ക് യു.